കണ്ടില്ലേ, കാറ്റ് മോൾക്ക് അനുകൂലമായി വീശി തുടങ്ങി. ഇനി കരച്ചിലും വീഴ്ചലും ഒന്നും വേണ്ട. ഇനി എന്റെ മോള് സമാധാനായിരിക്കും. താങ്ക്സ് ചെറിയമേ. താങ്ക്സ് പറയേണ്ടത് എന്നോടല്ല, ദൈവത്തിനോടാ. അച്ഛൻ പറഞ്ഞതൊക്കെ മോള് കേട്ടില്ലേ? ജീവിതത്തില് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് മോളുടെ അഭിപ്രായം തന്നെയാ പ്രധാനം. മനസ്സിലായല്ലോ? മോളുടെ ജീവിതം മോളാണ് ജീവിച്ചു തീർക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിലല്ല മോൾ ജീവിക്കേണ്ടത്. ആരുടെയും വാക്ക് മോൾ ഇനി കേൾക്കും വേണ്ട. മോളുടെ ആഗ്രഹത്തിനനുസരിച്ച് മോൾ ജീവിക്കണം. ശരി ചെറിയമ്മ. പ്രതാപേട്ടൻ പറഞ്ഞ പോലെ ഇനി പഠിക്കണോ വേണ്ടയെന്ന് മോൾക്ക് തീരുമാനിക്കാം. പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോ എന്താ മുഖത്തൊരു തെളിച്ചക്കുറവ്? ഒന്നുമില്ല ചെറിയമ്മ. അതോ ഇനി കല്യാണം കഴിച്ചാൽ മതിയോ? ഒന്നുകിൽ കല്യാണം മതി, പഠനം വേണ്ട. അല്ലെങ്കിൽ പഠനം വേണ്ട, കല്യാണം കഴിച്ചേക്കാം. അങ്ങനെയാണോ? ഒന്ന് പോ ചെറിയമ്മ. ഞാനിനി കല്യാണം കഴിക്കാന്ന് വിചാരിച്ചാലും എനിക്കിഷ്ടമുള്ളവര് ആയിരിക്കില്ലല്ലോ. അയ്യടാ, ഒരാളെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നടക്കുന്നത് എനിക്കറിയില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഞാൻ മാത്രം ഇഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം ചെറിയമ്മ? ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്നോടും ഇഷ്ടം വേണ്ടേ? മോളെ, രാജുവിന് നിന്നോട് ഇഷ്ടമുണ്ട്. പക്ഷേ അതവൻ തുറന്നു പറയാത്തതിന് വലിയൊരു കാരണമുണ്ട്. പ്രതാപേട്ടനോടുള്ള ബഹുമാനം, സ്നേഹം, ഇതൊക്കെ കൊണ്ട് രാജു ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു. അല്ലാതെ രാജുവിന് നിന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. മോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നെ? സന്തോഷായിട്ട് നിക്ക്. അതല്ല ചെറിയമ്മ, നല്ലൊരു അവസരം ഉണ്ടായിട്ടും അച്ഛൻ അനുവാദം തന്നിട്ടും എന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. മോളുടെ ആഗ്രഹം എല്ലാം നടക്കും. നീ ഒരു കളങ്കമില്ലാത്ത കുട്ടിയാ, വെറും പാവം. അതുകൊണ്ട് ആർക്കും മോളെ കരയിപ്പിക്കാനാവില്ല. അല്ല, ഞാൻ കരയുന്നതൊക്കെ രാജു കണ്ടതല്ലേ? എന്നിട്ടും മോള് പോസിറ്റീവായി ചിന്തിക്കേ. എന്തായാലും രാജുവിനോട് മോൾ ഇക്കാര്യം തുറന്ന് സംസാരിക്കേ. എല്ലാം ശരിയാവും.